ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. നമുക്ക് ഇന്നത്തെ സത്സംഗം കണ്ടിന്യൂ ചെയ്യാം. കഴിഞ്ഞ സത്സംഗത്തിൽ നമ്മൾ ജേർണി ഹോം എന്ന അതിമനോഹരമായിട്ടുള്ള ബുക്കിൻ്റെ ഭാഗങ്ങളായിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ഗ്രൂപ്പിൽ അതിൻ്റെ മലയാളം ഗ്രന്ഥം അവൈലബിൾ ആക്കാനുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. കുറച്ച് ഭക്തർക്ക് അതിൻ്റെ മലയാളം കോപ്പി കിട്ടി. അങ്ങനെ എല്ലാവരും വായിച്ചു തുടങ്ങി. അതുകൊണ്ട് നിങ്ങൾ നേരിട്ട് വായിക്കുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇപ്പോൾ ഇന്നത്തെ ഈ സത്സംഗത്തിൽ നമ്മൾ ശ്രീമദ് ഭാഗവതമാണ് ചർച്ച ചെയ്യുന്നത്. ചുരുക്കത്തിൽ ഞാൻ പറയാം എന്താണ് ജേർണി ഹോമിൽ നടന്നതെന്ന്. അങ്ങനെ റിച്ചർഡ് യു കെയിലെത്തിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ്റെ കാശെല്ലാം അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു നമുക്ക് തിരിച്ചു പോകാൻ. പക്ഷെ റിച്ചർഡും ഗ്യാരിയും അതിന് തയ്യാറായില്ല. നമ്മൾ യാത്ര തുടരണം എന്നായിരുന്നു റിച്ചർഡിൻ്റെയും ഗ്യാരിയുടെയും അഭിപ്രായം. പക്ഷേ കൂട്ടുകാരൻ തിരിച്ചു പോവുകയാണ്. റിച്ചർഡും ഗ്യാരിയും യാത്ര തുടരുകയും അങ്ങനെ പല പല സ്ഥലങ്ങളിലും എങ്ങനെയൊക്കെയോ തൽക്കാലം എവിടെയെങ്കിലും തങ്ങും. എത്രത്തോളം കാശ് ചുരുക്കാൻ പറ്റുന്നോ അത്രത്തോളം കാശ് ചുരുക്കി പല പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യും. ഒടുവിൽ ഗ്രീസിലൊരു ഗുഹയിലിരിക്കുമ്പോഴാണ് അദ്ദേഹം രാവിലെ മുതൽ വൈകുന്നേരം വരെ ധ്യാനത്തിലിരിക്കും. അങ്ങനെ ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും ഉള്ളിൻ്റെ ഉള്ളിൽ അന്വേഷിക്കും, മുന്നോട്ടുള്ള എൻ്റെ വഴി എങ്ങനെയാണ്, എങ്ങനെ എനിക്ക് തിരിച്ചറിയാൻ പറ്റും, അങ്ങനെ കാണാൻ പറ്റും എന്നിങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ധ്യാനത്തിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ നമ്മൾ പഠിച്ചു ധ്യാനത്തിൻ്റെ ആ ഒരു പ്രക്രിയ റിച്ചർഡ് നേരത്തെ പഠിച്ചിരുന്നു. അങ്ങനെ ധ്യാന നിമഗ്നായിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ദിവസം, അങ്ങനെ കുറേ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ഭക്ഷണവും കഴിക്കാതെ ഒരു ക്യാരറ്റ് മാത്രം കഴിച്ചുകൊണ്ട് അദ്ദേഹം എല്ലാ ദിവസവും ഇങ്ങനെ ധ്യാനത്തിലിരിക്കുക. അങ്ങനെ കുറേ ദിവസം ധ്യാനത്തിലിരുന്നതിന് ശേഷം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു വിളി കേൾക്കുകയാണ്. ഉള്ളിൽ നിന്നൊരു ശബ്ദം പറയുന്നു, നീ ഇന്ത്യയിലേക്ക് പോകണമെന്ന്. ഇത് കേട്ടപ്പോൾ റിച്ചർഡിന് ഷോക്കായി. കാരണം ഇതിനു മുമ്പേ ഒരു ഇന്ത്യക്കാരനെ കണ്ടിട്ടുമില്ല, ഇന്ത്യയായിട്ട് ഒരു ബന്ധവുമില്ല, ഇന്ത്യൻ ഭക്ഷണം കഴിച്ചിട്ട് പോലും ഇല്ല എന്നാണ് റിച്ചർഡ് പറയുന്നത്. എന്നിട്ട് എന്തായാലും അകത്തുനിന്നൊരു ശബ്ദം കേട്ടപ്പോൾ റിച്ചർഡിന് വലിയ സന്തോഷമായി. അങ്ങനെ സന്തോഷത്തോടു കൂടി അതേ ഗുഹയുടെ വേറൊരു ഭാഗത്ത് ഗ്യാരി ഇതേപോലെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സന്തോഷത്തോടുകൂടി ഗ്യാരി എടുത്ത് എന്നിട്ട് പറഞ്ഞു, റിച്ചർഡ് ഞാനൊരു ശബ്ദം കേട്ടു. അന്നേരം ഗ്യാരി പറഞ്ഞു, ഞാനും ഒരു ശബ്ദം കേട്ടു. അന്നേരം റിച്ചർഡ് ചോദിച്ചു, നീ ഏത് ശബ്ദം കേട്ടെ? എന്നോട് ഇറാനിൽ പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ റിച്ചർഡ് പറഞ്ഞു, എന്നോട് ഇന്ത്യയിലും പോകാനായിട്ട്. രണ്ടുപേരും തീരുമാനിച്ചു എന്തായാലും ഉള്ളിൽ നിന്ന് വന്ന ശബ്ദമല്ലേ, അത് തന്നെ നമുക്ക് ഫോളോ ചെയ്യാമെന്ന്. അങ്ങനെ ഗ്യാരി ഇറാനിലേക്ക് പോവുകയാണ്. റിച്ചർഡ് ഇന്ത്യയിലേക്ക് പോകാൻ വേണ്ടി പല പല സ്ഥലങ്ങളിലൂടെ കിഴക്ക് ദിശയിലേക്ക് നോക്കി ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ അഫ്ഗാനിസ്ഥാനിലേക്ക് എത്തുക. എന്തു പറയുന്നത്, ടർക്കി, അഫ്ഗാനിസ്ഥാൻ, ടർക്കിയിലൊക്കെ വെച്ച് വളരെ ജീവൻ പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാമിക മതം സ്വീകരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ നിർബന്ധിപ്പിക്കുകയും, പക്ഷെ അദ്ദേഹം എന്താ പറയുന്നത്, ഇസ്ലാമിക മതം പഠിക്കുകയും ചെയ്യുകയാണ്. ഭയം കൊണ്ടല്ല പഠിക്കുന്നത്, അത് വേറൊരു പുരോഹിതനിൽ നിന്ന് പഠിക്കുകയാണ്. പക്ഷേ നിർബന്ധിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന സാധനങ്ങളും വരെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ വളരെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ട പല പല സന്ദർഭങ്ങളും ജേർണി ഹോം ബുക്കിലുണ്ട്. അതിൻ്റെ മലയാളം കോപ്പി നമ്മളിപ്പോൾ ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഗ്രൂപ്പിലുള്ള ഭക്തർക്ക് അത് ലഭ്യമായിരിക്കും. ഗ്രൂപ്പിൽ അത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ അദ്ദേഹം അങ്ങനെ അഫ്ഗാനിസ്ഥാനിലെത്തുകയാണ്.
അവിടെയും പല പല സന്ദർഭങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടാകുന്നു, വളരെ നിർണായക സന്ദർഭങ്ങൾ. അതെല്ലാം ഓരോ അങ്ങനെ അവസ്ഥകൾ വരുമ്പോഴും അദ്ദേഹം പഠിക്കുകയാണ്, ഇത് മുന്നോട്ട് എൻ്റെ ആധ്യാത്മിക യാത്രയിൽ ഒരുപാട് ക്ഷമയും ധൈര്യവും വേണ്ടി വരും. അതിനുവേണ്ടി ഭഗവാൻ എനിക്ക് പരിശീലനം നൽകുകയാണ് എന്നാണ് അദ്ദേഹം ഓരോ ഇങ്ങനത്തെ ബുദ്ധിമുട്ട് ഘട്ടങ്ങളെയും അദ്ദേഹം കണ്ടിരുന്നത്. ഒടുവിൽ അദ്ദേഹം പാകിസ്ഥാനിലെത്തി. പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കയറാൻ ശ്രമിക്കുന്ന സമയത്ത് മിലിറ്ററിക്കാർ അദ്ദേഹത്തെ അനുവദിക്കുന്നില്ലായിരുന്നു. അദ്ദേഹം കാല് പിടിച്ചു നോക്കി, പല രീതിയിലും നോക്കി, ഒരു രക്ഷയില്ലായിരുന്നു. ഒരു ലേഡീസ് മിലിറ്ററി ഓഫീസറായിരുന്നു അവിടെ. അവർ പറയുകയും ചെയ്തു, ഇന്ത്യയിൽ ഒരുപാട് പിച്ചക്കാരുണ്ട്, ഇനി വിദേശത്തു നിന്നൊരു പിച്ചക്കാരൻ്റെ ആവശ്യമില്ല എന്ന് വരെ അപമാനിച്ചു. ഇദ്ദേഹം ഒരുപാട് മാറി നിന്ന് കരഞ്ഞു. എന്നിട്ട് വേറൊരു ഓഫീസർ അവിടെ വരും, ഒരു സർദാർജി ഓഫീസർ. അപ്പോൾ റിച്ചർഡ് ഒരു പ്രതീക്ഷയോടുകൂടി നോക്കുന്ന സമയത്ത് നേരത്തെയുള്ള ഓഫീസർ സർദാർജി അടുത്ത് പറഞ്ഞു, ആ വിദേശിയെ ഒരിക്കലും അനുവദിക്കേണ്ട അകത്തോട്ട് കയറാൻ. ഇതും കൂടെ ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകളെല്ലാം തകർന്നു. കരഞ്ഞിരിക്കുമായിരുന്നു. കരഞ്ഞ് അദ്ദേഹം വിചാരിച്ചു, ഇത്രയും ഏകദേശം 3-4 മാസം ആകാറായി. ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ലെറ്ററുകൾ അയക്കും. ഇവർ അച്ഛനും അമ്മയും നിന്നും സ്വന്തം മകനെ ഒരിക്കൽ പോലും ഒറ്റയ്ക്ക് പുറത്തു വിടാത്ത ആളാണ്. അതും വിദേശ രാജ്യത്തെന്ന് പറഞ്ഞാൽ അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. എത്രമാത്രം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞ്. റിട്ടേൺ അഡ്രസ്സ് ഒന്നും കാണത്തില്ല, കാരണം ഓരോ സമയത്ത് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിച്ചർഡ് ഇടയ്ക്കിടയ്ക്ക് യാത്രയാക്കി, ഞാനിപ്പോൾ ഇറാനിലാണ്, ഞാൻ ഗ്രീസിലാണ്, ഞാൻ തിരിച്ചെത്താം. സ്കൂൾ തുറക്കുന്നതിൻ്റെ സമയമായി, ഇതുവരെയും തിരിച്ചെത്തിയിട്ടില്ല. പക്ഷെ റിച്ചർഡ് യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം വിഷമിച്ചിരിക്കുകയാണ്. ഇത്രയും ഞാൻ വന്നത് ഇന്ത്യയിലേക്ക് കയറാൻ വേണ്ടിയാണ്, ഇപ്പോൾ എന്നെ കയറാൻ അനുവദിക്കുന്നില്ല, ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ആ ലേഡി ഓഫീസർ പോയപ്പോൾ സർദാർജിയാണ് അവിടെ ഇരിക്കുന്നത്. അങ്ങനെ റിച്ചർഡ് അടുത്ത് വന്നിട്ട് പറയുകയാണ് അദ്ദേഹത്തിനോട്, എനിക്കൊരു അവസരം നൽകണം, ഈ ഒരു രാജ്യത്തിന് വേണ്ടി എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ സേവനങ്ങൾ ചെയ്യാം എന്നൊക്കെ പല രീതിയിലും പറഞ്ഞു. അങ്ങനെ എങ്ങനെയോ ഈശ്വരൻ്റെ കാരണത്താൽ ആ സർദാർജിയുടെ മനസ്സ് മാറുകയാണ്, അദ്ദേഹം അനുവദിക്കുകയാണ്. അങ്ങനെയാണ് റിച്ചർഡ് ആദ്യമായിട്ട് ഇന്ത്യയിൽ കയറുന്നത്. ഒരുപാട് സന്തോഷ നിമിഷങ്ങളായിരുന്നു അത്. അങ്ങനെ ആദ്യം ഡൽഹിയിലേക്ക് പ്രവേശിച്ചു, പിന്നെ അവിടുന്ന് ഹിമാലയത്തിലേക്ക് പല സ്ഥലങ്ങളിലും പോയി, ഒരുപാട് യോഗികളെ അവിടെ വെച്ച് കണ്ടു. അങ്ങനെ ഒരുപാട് നിമിഷങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടാവുകയാണ്. ഒരുപാട് നാഗസന്യാസിമാരെയൊക്കെ കണ്ടു. അവരെ കണ്ടിട്ട് അവർക്ക് ഒരുപാട് സിദ്ധികൾ ഉള്ളതായിട്ട് ഇദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷേ അതിൽ അദ്ദേഹം ആകർഷിതനായിട്ടില്ല. കാരണം സിദ്ധികൾ പ്രദർശിപ്പിക്കുന്നത് അത് ഒരു ഉയർന്ന ആധ്യാത്മിക നിലവാരത്തിലെത്തിയ വ്യക്തിയുടെ ലക്ഷണങ്ങളല്ല. സിദ്ധികൾ പ്രദർശിപ്പിക്കുന്നത് മറ്റുള്ളവരുടെ ബഹുമാനം, അംഗീകാരം നേടാൻ വേണ്ടി, ഫോളോവേഴ്സിനെ നേടിയെടുക്കാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പ്രദർശിപ്പിക്കുന്ന ഒരു പ്രവണതയാണത്. അത് ആധ്യാത്മിക പുരോഗതിയുടെ ലക്ഷണമാണെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല. അങ്ങനെ പല ഋഷിമാരുടെ കൂട്ടത്തിലും ഉണ്ടെങ്കിലും അവരിൽ നിന്നെല്ലാം ആധ്യാത്മിക പഠനങ്ങൾ സ്വീകരിച്ചെങ്കിലും ഹൃദയാംഗതമായിട്ട് ആരെയും അദ്ദേഹത്തിന് ഗുരുവായിട്ട് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. അവരെല്ലാം നിർബന്ധിപ്പിക്കുകയും ചെയ്തു, നിങ്ങൾ എൻ്റെ ശിഷ്യനായിട്ട് ഇവിടെ തുടരൂ എന്നൊക്കെ. പക്ഷേ അവരെ ഒന്നും റിച്ചർഡിനെ സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരുന്ന് പല സ്ഥലങ്ങളിലും പോയി അദ്ദേഹം ഒരിക്കൽ ഒരു നോട്ടീസ് കാണുകയാണ്. ബോംബെയിൽ അദ്ദേഹം അയോധ്യയിൽ പോയി, അയോധ്യയിൽ നിന്ന് മിഥിലയിലേക്ക് പോയി. ഇതിൻ്റെ ഇടയിൽ കുറേ സംഭവങ്ങളുണ്ട്, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രത്തോളം സംഘർഷങ്ങൾ അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. എന്തായാലും ആ ജേർണി ഹോം എല്ലാവരും വായിക്കേണ്ട ഒരു ബുക്ക് തന്നെയാണ്. അതിൻ്റെ കോപ്പി നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്കത് വായിക്കാം. അത് ഇംഗ്ലീഷിൽ വേണ്ടുന്നവരത് അവർക്ക് ഓർഡർ ചെയ്യാം ആമസോൺ വഴി.
അങ്ങനെ അദ്ദേഹം ഒരിക്കൽ അങ്ങനെ ബോംബെയിലേക്ക് എത്തുകയാണ്. എന്തോ ഇങ്ങനെ യോഗ പരിശീലനത്തിൻ്റെ ക്യാമ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബോംബെയിലെത്തി. അങ്ങനെ ബോംബെയിലെത്തിയപ്പോൾ അദ്ദേഹം ഇതിൻ്റെ ഇടയിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു ചിത്രം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടുകയാണ്. ബോംബെയിലെത്തിയ സമയത്ത് അന്നേരം ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തി ആരാണെന്ന് ഇദ്ദേഹത്തിന് അറിഞ്ഞിടും. ഭഗവാൻ ഓടക്കുള്ളിലും പിടിച്ചിരിക്കുന്ന രൂപമാണ്, പശുവായിട്ട് നിൽക്കുന്ന. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ ചിത്രം മേടിക്കാനുള്ള കാശില്ലായിരുന്നു. പക്ഷേ ആ ചിത്രം വിൽക്കുന്ന ഒരു പയ്യൻ ഇദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. ഒരുപാട് ദേവന്മാരുടെ ചിത്രങ്ങളുണ്ടായിരുന്നു, ഭഗവാൻ വിഷ്ണുവിൻ്റെയും ചിത്രങ്ങളുണ്ടായിരുന്നു, മഹാദേവൻ്റെയും ദേവിയുടെയും. പക്ഷെ ഉള്ള ചിത്രങ്ങളിൽ ഇദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ചിത്രമായിരുന്നു. അത് ആരാണോ എന്താണെന്നോ അദ്ദേഹത്തിനൊന്നും അറിയത്തില്ലായിരുന്നു. ആ ചിത്രം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ബോംബെയിലെത്തി, അവിടെ യോഗ ക്യാമ്പ് അറ്റൻഡ് ചെയ്തു. അപ്പോഴാണ് അദ്ദേഹം ഒരു വലിയൊരു പരസ്യം കാണുന്നത്, ഹരേ കൃഷ്ണ ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അദ്ദേഹം അവിടെ എത്തുകയാണ്. അവിടെ എത്തിയപ്പോൾ വലിയൊരു പന്തൽ അടിച്ചിരിക്കുകയാണ്. വലിയൊരു ക്യാമ്പായിരുന്നു. 25,000 പേർക്ക് പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിൽ വലിയൊരു പ്രോഗ്രാമായിരുന്നു. അവിടെ കുറേ ഭക്തരെ, വിദേശി ഭക്തരെ കാണുകയാണ്. ഇത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് വലിയ അത്ഭുതമായി. അവിടെ അമേരിക്കക്കാരായിട്ടുള്ള പല ഭക്തരുമായിട്ട് ഇദ്ദേഹം സംസാരിക്കുകയാണ്. എന്നിട്ട് ഇദ്ദേഹത്തിന് ആദ്യമായിട്ട് നോട്ടീസ് കൊടുത്ത ആ ഭക്തനെയും പ്രസാദം കൊടുത്ത ആ ഭക്തനെയൊക്കെ അദ്ദേഹം കാണുകയാണ്. എന്നിട്ടിപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ആ നോട്ടീസിൽ കണ്ട വ്യക്തി പ്രഭുപാദ്ജിയാണെന്ന്. അങ്ങനെയൊക്കെ മനസ്സിലായി. പിന്നെ കൃഷ്ണ ബുക്ക് അദ്ദേഹം കാണുകയാണ്, ശ്രീകൃഷ്ണ ബുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്നിട്ട് അതിൽ ഇംഗ്ലീഷിൽ ബുക്കിൻ്റെ പേര് തന്നെ കൃഷ്ണ ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ്. എന്നിട്ട് ആദ്യത്തെ ഫ്രണ്ട് പിക്ചറിൽ തന്നെ ഇദ്ദേഹത്തിന് ആദ്യമായിട്ട് കിട്ടിയ അതേ പിക്ചറാണ്. ഭഗവാൻ രാധാറാണിയായിട്ട് നിൽക്കുന്നു. അദ്ദേഹത്തിന് കിട്ടിയ പിക്ചറിൽ രാധാറാണി ഇല്ലായിരുന്നു. അദ്ദേഹത്തിന് കിട്ടിയ ആ ചിത്രത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പശുവായിട്ട് നിൽക്കുന്നതാണ്. കൃഷ്ണ ബുക്കിൻ്റെ ഫ്രണ്ട് പേജിൽ രാധാറാണിയും ശ്രീകൃഷ്ണ ഭഗവാനും ഒന്നിച്ച് നിൽക്കുന്ന ഒരു രൂപം കണ്ടു. ഓടക്കുള്ളിൽ പിടിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ റിച്ചർഡ് മനസ്സിലായി, ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന അതേ ചിത്രം പോലെയാണല്ലോ എന്ന്. എന്നിട്ട് ആ കൃഷ്ണ ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ്. അന്നേരം ഇദ്ദേഹത്തിന് എന്തൊക്കെയോ ഒരുപാട് സംശയങ്ങൾ മാറി എന്നുള്ള രീതിയിലായി. കാരണം പല പല മത ആചാര അനുഷ്ഠാനങ്ങൾ അദ്ദേഹം പഠിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഒരിക്കലും വ്യക്തത കിട്ടിയിട്ടില്ല ഈശ്വരനാരാണ്. ഇത് ഒറ്റ പേജിൽ തന്നെ, ഫ്രണ്ട് പേജിൽ തന്നെ മനസ്സിലായി. അന്നേരം അദ്ദേഹത്തിന് മനസ്സിലായി, അന്നേരം എൻ്റെ കയ്യിലിരിക്കുന്ന ചിത്രം ആ പരമോന്നതനായ ഈശ്വരൻ്റേതാണ് എന്ന്. ഇത് അറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് സമാധാനം. അദ്ദേഹത്തിൻ്റെ യാത്ര സഫലീകരിച്ചു എന്ന് അദ്ദേഹത്തിന് തോന്നി എന്നുള്ളത്. അദ്ദേഹത്തിന് ആ ബുക്ക് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ കയ്യിൽ കാശില്ലായിരുന്നു. അദ്ദേഹം അവിടെ ഇരുന്ന് തന്നെ കുറച്ച് പേജുകൾ വായിച്ചു, പഠിച്ചു. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന പോലെ അദ്ദേഹത്തിന് തോന്നിയതുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രഭുപാദി അവിടെ എത്തുകയാണ്. ധാരാളം ആയിരക്കണക്കിന് ശിഷ്യർ അവിടുന്ന് ഇവിടുന്നൊക്കെ കീർത്തനം ചെയ്തുകൊണ്ട് അദ്ദേഹം അവിടെ എത്തുകയാണ്. പ്രഭുപാദി കൺമുന്നിലൂടെ നേരെ സ്റ്റേജിൽ കയറി പോവുകയാണ്. അന്നേരം പ്രഭുപാദിക്ക് 10,000-ൽ പരം ശിഷ്യരുണ്ട്. എന്നിട്ട് ഇന്ത്യയിൽ വന്നപ്പോൾ ആയിരക്കണക്കിന് ശിഷ്യരുമായിട്ടാണ് വന്നിരിക്കുന്നത്. അന്നേരം ഇവരുടെ ഇടയിൽ ഒരു സന്യാസ വേഷത്തിൽ, അതും കീറി പറഞ്ഞ വസ്ത്രമായിട്ട് പുറകിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ പ്രഭുപാദി എങ്ങനെ തിരിച്ചറിയാനാണ്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട. പ്രഭുപാദി സാധാരണ വ്യക്തിയല്ലെന്ന്. അന്നേരം ഈ 25,000 പേർക്കും അപ്പുറത്തായിട്ട് സ്റ്റേജിലിരിക്കുന്ന പ്രഭുപാദി കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത് നിൽക്കുന്ന ഒരു ശിഷ്യനോട് പറയുകയാണ് ആ വ്യക്തിയെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി. 25,000 ആൾക്കാരൊന്ന് ആലോചിച്ചോളൂ. 25,000 ആൾക്കാരുടെ പുറകിലിരിക്കുന്ന റിച്ചാർഡിനെ പ്രഭുപാദി തിരിച്ചറിയുകയാണ്. അങ്ങനെ അടുത്ത് നിന്ന് ആ വ്യക്തിയെടുത്ത് പറയുന്നു ആ വ്യക്തിയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അങ്ങനെ റിച്ചാർഡിനെ സ്റ്റേജിൽ കൊണ്ടുവന്ന് ഇരുത്തുകയാണ്. അന്നേരം ഈ പ്രഭുപാദിയുടെ ശിഷ്യൻ അടുത്ത് നിന്ന് വിളിക്കുന്ന സമയത്ത് റിച്ചാർഡ് ചോദിക്കും, അതായത് ഈ ശിഷ്യൻ നേരെ വന്ന് കൈ പിടിച്ച് വിളിക്കുകയാണ്,
പറഞ്ഞ് എന്താണ് എന്ന് പറഞ്ഞ് പ്രഭുപാദ്ജി നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അന്നേരം റിച്ചർഡ് അത്ഭുതപ്പെട്ടിരിക്കുക, എന്നെ എങ്ങനെ പ്രഭുപാദ്ജിക്ക് അറിയാം എന്ന് പറഞ്ഞു. അങ്ങനെ റിച്ചർഡിനെ വിളിച്ച് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ആ സ്റ്റേജിലിരുത്തി പ്രഭുപാദ്ജി ജയ രാധ മാധവ ഈ രാധാമാധവ് കീർത്തൻ പാടുകയാണ്. പൂർണ്ണമായിട്ടും ഭഗവാന്റെ ആ കീർത്തനത്തിൽ മഗ്നമായിട്ട് പ്രഭുപാദ്ജി പാടുകയാണ്. ആ കീർത്തനം കേട്ടപ്പോഴേ റിച്ചർഡിന് ഒരുപാട് ആനന്ദം അനുഭവപ്പെട്ടു. അതിനു മുമ്പായിട്ട് റിച്ചർഡ് അവിടെ എത്തുന്ന സമയത്ത് ഒരു മാതാജി, പ്രഭുപാദ്ജിയുടെ ശിഷ്യയായി യമുന മാതാജി ഹരേകൃഷ്ണ മന്ത്രം കീർത്തനം പാടിക്കൊണ്ടിരിക്കുകയാണ്. ആ കീർത്തനം കേട്ടപ്പോൾ തന്നെ രാധാൻ മഹാരാജിന് ഒരുപാട് സന്തോഷം തോന്നി. ഏതോ ഒരു പ്രത്യേക ഒരു അനുഭൂതി തോന്നി. റിച്ചർഡിന് കൃഷ്ണൻ ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയത്തില്ല. അതിനുശേഷം ജയ രാധാ മാധവ് എന്ന കീർത്തനം കേട്ടു. അതിനുശേഷം റിച്ചർഡ് ഒരു ചോദ്യം പോലും ചോദിച്ചിട്ടില്ല. പ്രഭുപാദ്ജി റിച്ചർഡിനോടൊന്നും സംസാരിച്ചതുമില്ല. ഡയറക്റ്റ് ക്ലാസ് എടുക്കുമായിരുന്നു. പക്ഷെ ആ ഒറ്റ ക്ലാസ്സിൽ ഇത്രയും 4-5 മാസമായിട്ട് പല പല തീർത്ഥസ്ഥലങ്ങളും പല പല മഹായോഗികളെയൊക്കെ കണ്ട ആ റിച്ചർഡിന് തീരാത്ത സംശയങ്ങൾ ഇപ്പോഴും ഉള്ളിലുണ്ടായിരുന്നു. പല പല ആചാര അനുഷ്ഠാന രീതികളും പല പല ദൈവവിശ്വാസങ്ങളെയും എല്ലാം അദ്ദേഹം കണ്ടു. ഇതെല്ലാം കണ്ടിട്ടും അത് ആചരിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ സംശയങ്ങൾ പൂർണ്ണമായിട്ടും മാറിയിട്ടില്ലായിരുന്നു. ഒരു വ്യക്തത കിട്ടിയില്ലായിരുന്നു. എല്ലാം കണക്റ്റ് ആവുന്നില്ലായിരുന്നു. പക്ഷേ ഇത്രയും യാത്രയിൽ തീരാത്ത സംശയങ്ങൾ ഈ ഒറ്റ പ്രഭാഷണത്തിലൂടെ തീർന്നു എന്നുള്ളതാണ്. എല്ലാ സംശയങ്ങളും ദൂരീകരിച്ചു. അന്ന് അദ്ദേഹം തീരുമാനിച്ചു. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കണം, ഇതേ പ്രഭുപാദ്ജിയുടെ ഒരു നോട്ടീസിൽ ചിത്രം കണ്ടിട്ടാണ് റിച്ചർഡ് തീരുമാനിച്ചത്, ഈ ലോകത്തിൽ ആരെങ്കിലും ആധ്യാത്മിക ആനന്ദം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഈ വ്യക്തിയാണെന്ന് പറഞ്ഞ് എല്ലാം റിച്ചർഡിന് ഓർമ്മ വരികയാണ്. അങ്ങനെ റിച്ചർഡ് തീരുമാനിച്ചു, ഇതാണ് എൻ്റെ ഗുരു. ഈ ഗുരുവിനെയായിരുന്നു ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ റിച്ചർഡ് ഒരു തീരുമാനം എടുത്തിരുന്നു, എനിക്ക് എൻ്റെ ജീവിതം മുഴുവൻ ഗുരുവിന് സമർപ്പിക്കാം എന്ന് എനിക്ക് ഉറപ്പ് വരുന്നത് വരെ ഞാൻ ഗുരുവിൻ്റെ മുമ്പിൽ ശരണാഗതനാകത്തില്ല എന്നൊരു തീരുമാനം എടുത്തിരുന്നു. കാരണം എന്താ, ഗുരുവിൽ നിന്നും ആധ്യാത്മിക പഠനം പൂർണ്ണമായിട്ട് നമുക്ക് ഗ്രഹിക്കണമെങ്കിൽ നമ്മുടെ ജീവിതം മൊത്തം ആ ഗുരുവിൻ്റെ സേവനത്തിന് വേണ്ടി സമർപ്പിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ശിക്ഷണങ്ങൾ പരിപൂർണമാകൂ. അതുകൊണ്ട് രാധാനാഥ് മഹാരാജ് റിച്ചർഡ് തീരുമാനിച്ചു, ഞാൻ ആ ഗുരുവിൻ്റെ സർവീസിൽ കമ്മിറ്റഡായിട്ട് നിൽക്കാം എന്ന് എനിക്ക് ഉറപ്പ് വരുന്നവരെ ഞാൻ ഗുരുവിൻ്റെ മുമ്പിൽ ശിഷ്യത്വം സ്വീകരിക്കുന്നില്ല എന്ന ഒരു തീരുമാനം എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പേയും പല ഗുരുക്കന്മാരും ഇദ്ദേഹത്തെ ശിഷ്യനാക്കാൻ ആഗ്രഹിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ പ്രതിജ്ഞ കൊണ്ട് അദ്ദേഹം പ്രതിജ്ഞാബദ്ധനായതുകൊണ്ട് അവരെ ആരെയും ഗുരുവായിട്ട് സ്വീകരിച്ചില്ല. അതായത് ഒരിക്കൽ ഒരു ഗുരുവിനെ സ്വീകരിച്ചാൽ ജീവിതാന്ത്യം വരെ അദ്ദേഹം തന്നെയായിരിക്കും എൻ്റെ ഗുരു എന്നൊരു ഉറച്ച തീരുമാനം. അന്നേരം ഹൃദയാംഗതമായിട്ട് ഇദ്ദേഹത്തെ പ്രഭുപാദ്ജിയെ സ്വീകരിച്ചു. പക്ഷേ ഞാൻ ഇതിൽ ഉറച്ചു നിൽക്കുമോ ഇല്ലയോ എന്ന് റിച്ചർഡിന് ഇപ്പോഴും ഒരു ഉറപ്പ് കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് റിച്ചർഡ് പുറമേ ഒന്നും പ്രകടിപ്പിച്ചില്ല. കുറച്ച് ദിവസം അവിടെ തന്നെ നിന്നു. അദ്ദേഹത്തിന് പ്രഭുപാദ്ജി പറഞ്ഞു, ഇങ്ങനെ സംസാരത്തിൻ്റെ ഇടയിൽ അങ്ങനെ ജേർണി ഹോം ഈ കൃഷ്ണ ബുക്ക് അദ്ദേഹത്തിന് കൊടുക്കുകയാണ് പ്രഭുപാദ്ജി. പല ശിഷ്യരും കൂട്ടത്തിലുള്ളവർ പറഞ്ഞു, നീ ഇവിടെ തന്നെ നിൽക്കുമോ, പ്രഭുപാദ്ജിയുടെ കൂട്ടത്തിൽ നിൽക്കുമോ, നമ്മളെല്ലാവരും ഒന്നിച്ച് സേവനങ്ങൾ ചെയ്യുക, ഇതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം, കീർത്തനം, അതൊക്കെ പറഞ്ഞു. പക്ഷേ റിച്ചർഡിന് ഒരു ഉറപ്പ് കിട്ടിയില്ല എന്നുള്ളിൻ്റെ ബോധ്യമായി. പക്ഷേ അത് റിച്ചർഡിൻ്റെ ഉറച്ച തീരുമാനത്തിനെക്കുറിച്ച് റിച്ചർഡിന് ഒരു ഉറപ്പ് കിട്ടിയിട്ടില്ല. പിന്നെ
എല്ലാം അടുത്ത വരുന്ന ഓരോരോ ക്ലാസ്സുകൾ കഴിയുന്തോറും കൂടുതൽ കൂടുതൽ വ്യക്തത റിച്ചാർഡിന് കിട്ടിക്കൊണ്ടേയിരുന്നു ആധ്യാത്മികതയെക്കുറിച്ച്. അങ്ങനെ വൃന്ദാവനത്തിനെക്കുറിച്ചും എല്ലാം കുറേ കാര്യങ്ങൾ റിച്ചാർഡ് കേട്ടു. പക്ഷെ എന്നാലും ഒരു ഉറപ്പ് കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന് സ്വയം ഒരു ഉറപ്പായിട്ടില്ല. ശിഷ്യർ പല ആൾക്കാരും പറഞ്ഞു, പ്രഭുപാജിയിൽ നിന്ന് ദീക്ഷ എടുക്കൂ, ഇനി സേവനത്തിനായിട്ട് നിൽക്കുമെന്നൊക്കെ. പക്ഷേ റിച്ചാർഡ് ഇപ്പോഴും ഉറച്ചിട്ടില്ല. അവസാനം റിച്ചാർഡ് അവിടുന്ന് ആ ഭക്തരുടെ ആ പ്രോഗ്രാമിൽ നിന്നും മാറുകയാണ്. റിച്ചാർഡിന് തോന്നി, ഇനിയും എൻ്റെ അന്വേഷണം തീർന്നിട്ടില്ല, എനിക്ക് ഉറപ്പ് വരണം ഇത് തന്നെയാണ് ഫൈനൽ അൾട്ടിമേറ്റ് എന്ന്. അങ്ങനെ റിച്ചാർഡ് യാത്ര തുടരുകയാണ്. പിന്നെ ഗോവയിൽ പോയി അവിടെ പഴയ പള്ളികളൊക്കെ സന്ദർശിച്ചു. അതിനുശേഷം വീണ്ടും ഹിമാലയത്തിലേക്ക് പോകാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ യാത്രാമധ്യേ അയോധ്യയിൽ അവിടെ അദ്ദേഹം ഇറങ്ങുകയാണ്. അയോധ്യയിൽ നിന്നും പിന്നെ ഇതിൻ്റെ ഇടയിൽ ഗ്യാരിയെ വീണ്ടും കാണുകയാണ് കേട്ടോ. അത് മുന്നോട്ട് ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്. അയോധ്യയിലെത്തി. അയോധ്യയിൽ നിന്ന് മിഥിലയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അയോധ്യയിൽ വെച്ചായിരുന്നു അദ്ദേഹം ഒരു ക്ഷേത്രത്തിൽ അവിടെയുള്ള ശ്രീരാമസ്വാമിയുടെ ഭക്തർ എപ്പോഴും രാമൻ്റെ ലീലകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. റിച്ചാർഡിന് ഹിന്ദി അറിയത്തില്ല. അന്നേരം ചർച്ച കഴിഞ്ഞതിന് ശേഷം അവരോട് ചോദിക്കുക എന്തായിരുന്നു ചർച്ച ചെയ്തതെന്ന്. അപ്പോൾ അവിടുത്തെ സ്വാമിജി ഇദ്ദേഹത്തിന് കൃഷ്ണൻ്റെ ഒരു ലീല പറഞ്ഞു കൊടുക്കും. ഭഗവാൻ വെണ്ണ മോഷ്ടിച്ചൊരു കഥ. എല്ലാ ദിവസവും ചോദിക്കുമ്പോൾ അതേ കഥ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവസാനം റിച്ചാർഡിന് വിഷമമായി. റിച്ചാർഡിന് മനസ്സിലായി. റിച്ചാർഡ് പറഞ്ഞു, നിങ്ങളെന്നെ പറ്റിക്കാൻ നോക്കരുത്. ഇന്നത്തെ ലീലയിൽ നിങ്ങൾ കൃഷ്ണ എന്നൊരു വാക്ക് പോലും നിങ്ങളുടെ വായിൽ നിന്ന് വന്നിട്ടില്ല. നിങ്ങൾ രാമനെക്കുറിച്ചാണ് പറഞ്ഞത്. എന്തുകൊണ്ട് രാമനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു കേൾക്കുന്നെന്ന് ചോദിച്ചു. അപ്പോൾ സ്വാമിജി പറഞ്ഞു, നിങ്ങളിവിടെ വന്ന ദിവസം ശ്രീരാമസ്വാമി സ്വപ്നത്തിൽ വന്നിരുന്നു എന്ന്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് കൃഷ്ണഭക്തനാണ്, ഇദ്ദേഹത്തിന് എന്നെക്കുറിച്ചൊന്നും പറഞ്ഞു കൊടുക്കരുത്, കൃഷ്ണനെക്കുറിച്ച് മാത്രമേ പറഞ്ഞു കൊടുക്കാവുള്ളൂ. പക്ഷേ എനിക്ക് കൃഷ്ണനെക്കുറിച്ച് ഇത് മാത്രമേ അറിയൂ. ഉണ്ണിക്കണ്ണൻ വെണ്ണ മോഷ്ടിച്ച ആ ഒരു കഥ മാത്രമേ എനിക്ക് അറിയൂ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ പറഞ്ഞത്. അന്നേരം റിച്ചാർഡിനെ ഒന്നും മനസ്സിലായില്ല എന്താണ് നടക്കുന്നത്. പിന്നെ മിഥിലയിലേക്ക് പോവുകയാണ്. അവിടെയും കുറേ സംഭവങ്ങളൊക്കെ നടക്കുകയാണ്. അതായത് പോകുന്ന സമയത്ത് ഈ ഭക്തർ അതിലെ ഒരു സ്വാമി അദ്ദേഹത്തിൻ്റെ ഒരു വടി കൊടുത്തിരുന്നു. വടി എന്തിനാണ് കൊടുത്തതെന്ന് ഇദ്ദേഹത്തിന് അറിയത്തില്ല. നമ്മൾ ഇത് ആപത്ത് കാലത്ത് ഉപയോഗപ്രദമാകുന്നു. വടി എന്തിനാണെന്ന് അറിഞ്ഞൂടാ. അവസാനം വണ്ടിയിൽ കയറി ഒരു ട്രക്കിൻ്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ പോവുകയാണ്. അവസാനം മിഥിലയിലേക്ക് എത്താറായപ്പോഴത്തേക്ക് രാത്രിയായി. അവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കാട്ടുപട്ടികളുണ്ട്. ഏകദേശം തെരുവ് പട്ടികളെ പോലെയാണ്. അവർ രാത്രിയാകുമ്പോൾ ഇങ്ങനെ നടക്കും. എന്നിട്ട് കിട്ടുന്നത് എന്താണെങ്കിലും മനുഷ്യനാണെങ്കിലും മൃഗമാണെങ്കിലും അവരുടെ കാര്യം പോക്കാണ്. അന്നേരം ഈ വണ്ടിയിലിരിക്കുമ്പോഴേ ഡ്രൈവറും അവരെല്ലാം പറയുകയാണ്, സൂക്ഷിക്കണം, പട്ടികൾ ഇറങ്ങുന്ന സമയമാണെന്ന്. ഇദ്ദേഹം അങ്ങോട്ട് ഇറങ്ങി കുറച്ച് ദൂരം യാത്ര ചെയ്യുമ്പോൾ പട്ടികളുടെ മുറിവുറപ്പ് കേൾക്കാൻ തുടങ്ങി. ഇദ്ദേഹം പേടിച്ചു. മെല്ലെ മെല്ലെ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്താ ഒരു 10-20 പട്ടികളാണ് ചുറ്റും. ഇദ്ദേഹം ഓടി എന്നുള്ളതാണ്. ഈ പട്ടികളുടെ ദേഹമാണെങ്കിൽ വിശന്ന് എല്ലും തോലുമായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് റിച്ചാർഡിനെ കടിച്ചു കീറാനുള്ള ദേഷ്യത്തിലിരിക്കുകയാണ് എല്ലാവരും. പെട്ടെന്നാണ് റിച്ചാർഡ് ഓർത്തത് കയ്യിലിരിക്കുന്ന വടി. അവസാനം കുറച്ച് ദൂരം ഓടിയതിന് ശേഷം വടി വെച്ച് വീശാൻ തുടങ്ങി. ഓരോ പട്ടിയും ചാടി ഇങ്ങോട്ട് റിച്ചാർഡിനെ കടിക്കാനായിട്ട് ചാടി മുന്നോട്ട് വരും. ഒറ്റയടി വടി വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇപ്പം മനസ്സിലായ വടി എന്തിനാണ് നൽകിയത്. പക്ഷേ അടി കൊള്ളും തോറും വിശന്നിരിക്കുന്നതുകൊണ്ട് പട്ടിയുടെ
ആക്രാന്തവും തീരുമാനവും ശക്തമായിക്കൊണ്ടേയിരിക്കുക. അവസാനം കുറേ വീശി 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 പട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചെങ്കിലും അതും പട്ടി ഇങ്ങനെ മുന്നോട്ടിങ്ങനെ നടന്നല്ല വരുന്നത്, ചാടി വരികയാണ്, ചാടി കടിച്ചു കയറാൻ വരികയാണ്. അവസാനം റിച്ചർഡ് ഒരു പരിവായി തളർന്നു, ഭക്ഷണം കഴിച്ചിട്ടൊന്നുമില്ല. അവസാനം ഇങ്ങനെ പുറമോട്ട് നീങ്ങി നോക്കിയപ്പം ഏതോ ഒരു വാതിൽ പുറകിലുണ്ടെന്ന് മനസ്സിലായി. അവസാനം ഒന്ന് തള്ളി നോക്കിയപ്പോൾ വാതിൽ തുറന്നു, അകത്തോട്ട് കയറി പെട്ടെന്ന് വാതിലടച്ചു എന്നുള്ളതാണ്. പട്ടികളാണെങ്കിൽ കുരയോട്. റിച്ചർഡിനെ കെട്ടിക്കഴിഞ്ഞാൽ കടിച്ചു കയറി തുണ്ടമാക്കിയാണ്. അദ്ദേഹം വാതിൽ കൊളുത്തിട്ടു. എന്നിട്ട് അകത്തോട്ട് കിടന്നപ്പോഴത്തേക്ക് അകത്തുനിന്ന് ഒരാൾ വാളും എടുത്തിട്ട് ഇദ്ദേഹത്തെ വെട്ടാനായിട്ട്. അന്നേരം ഇദ്ദേഹം കൈകൂപ്പി നമസ്കരിച്ചു. അന്നേരം കാവ്യ വസ്ത്രമൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ആളിന് മനസ്സിലായി കള്ളനല്ല എന്ന്. അത് വീട്ടിലെ ഉടമസ്ഥനായിരുന്നു. അന്നേരം ഒരു നേപ്പാളി വീട്ടിൽ ആൾ കയറി. എന്നിട്ട് ആൾ ഭക്ഷണം കഴിക്കാനൊക്കെ കൊടുത്തു. കുറേ ദിവസം മഹാരാജിന് റിച്ചർഡിന് അവിടുത്തെ ഭാഷ ഒന്നും അറിയത്തില്ല, പക്ഷെ അവർക്ക് റിച്ചർഡിനെ വലിയ ഇഷ്ടമായി. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അവർക്കെല്ലാം വലിയ വിഷമമായി റിച്ചർഡിനെ പിരിയാൻ. അതിനുശേഷം മിഥിലയിൽ പോയി സീതാദേവിയുടെ ക്ഷേത്രമൊക്കെ കണ്ടു, കുറേ സംഭവങ്ങൾ. അതിൻ്റെ ഇടയിലാണ് ഈ പശുപതിനാഥ് ക്ഷേത്രത്തിൽ പോകുന്നത്. ഓർമ്മയില്ലേ, ആദ്യമായിട്ട് നമ്മൾ പശുപതിനാഥിന് പോകുന്നത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വിചാരിച്ചു വീണ്ടും ഹിമാലയത്തിലേക്ക് പോകാമെന്ന്. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഗാരിയെ കാണുകയാണ്. അങ്ങനെ റിച്ചർഡ് തീരുമാനിച്ചു ട്രെയിനിൽ കയറി ഹിമാലയത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഇങ്ങോട്ടോ ഹരിദ്വാറിലേക്ക് കണ്ടു പോകുന്ന ട്രെയിനാണ്. ട്രെയിൻ കയറി. ട്രെയിനിനകത്താണെങ്കിൽ ഒന്ന് തിരിയാൻ പോലും സ്ഥലമില്ല, അത്രയ്ക്ക് ആൾക്കാരെ കൊണ്ട് നടന്നിരിക്കുക. നിങ്ങൾ പണ്ടത്തെ ഫോട്ടോസും വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, റിസർവേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലായിരുന്നു, ആർക്കും എവിടെയും കയറാം. ട്രെയിനിൻ്റെ മുകളിൽ വരെ ആൾക്കാർ കയറുമായിരുന്നു. അന്നേരം അങ്ങനെ ഒരു അവസ്ഥയിലാണ് റിച്ചർഡ് കയറുന്നത്. തല തിരിക്കാൻ പോലും സ്ഥലമില്ലെന്നുള്ളത്. അതും ചൂട് സമയവും ഭയങ്കര ആകെ ഒരു പരിവായെന്നുള്ളതാണ്. അവസാനം അകത്ത് കയറി ഇരുന്നതിന് ശേഷം ഒരു സ്റ്റേഷനിലെത്തിയിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞു, ട്രെയിൻ അനങ്ങുന്നില്ലെന്നുള്ളതാണ്. ഒരനക്കമില്ല. അവസാനം എന്താ ഇവിടെ ഇങ്ങനെ എന്ന് വിചാരിച്ചു. ഇങ്ങനെ ഹരേ കൃഷ്ണ, സോറി, പെട്ടെന്നൊരു കോൾ വന്നതാണ്. ഹരേ കൃഷ്ണ. അങ്ങനെ എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിച്ചർഡ് ട്രെയിനിലിരുന്നൊരു പരുവ എന്നുള്ളതാണ്. ഇരുന്ന് അവിഞ്ഞു പോകുന്നെന്ന് പറയത്തില്ല, ചൂടും അതും ഇതെല്ലാം കൊണ്ട് കഴുത്ത് ഇങ്ങനെ അനക്കാൻ പോലും പറ്റത്തില്ല. അടുത്തൂടെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ അമർത്തി വെച്ചിരിക്കുകയാണ്, ഇവിടുന്ന് ഇങ്ങനെ അമർത്തി ഞെരുക്കി വെച്ചിരിക്കുകയാണ് ആൾക്കാർ. ഇദ്ദേഹത്തിന് ഇങ്ങനെ തല തിരിക്കാൻ പോലും പറ്റില്ല. അവസാനം ആൾ വിചാരിച്ചു മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ട്രെയിനിന് ഒരു അനക്കമില്ലെന്നുള്ളതാണ്. അവസാനം ആൾ വിചാരിച്ചു ഒന്ന് ഇറങ്ങി ഒന്ന് ശ്വാസം എടുത്തിട്ട് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ റിച്ചർഡ് എങ്ങനെയൊക്കെയോ ആ ഞെരിഞ്ഞ് അമർന്നിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി പുറത്തിറങ്ങി കാല് കുത്തിയതിന് ട്രെയിൻ വിട്ടു. ആളെങ്ങനെയെങ്കിലും അകത്തോട്ട് കയറാൻ നോക്കി. എവിടെ നിന്ന് കയറാനാ? സീല് ചെയ്തപോലെ ആൾക്കാർ ഇരിക്കും. എങ്ങനെയെങ്കിലും ഒരു വിരലെങ്കിലും പിടിച്ച് തൂങ്ങിയാലേ ട്രെയിനിൽ നിൽക്കാൻ പറ്റും. ഇത് ഒരു സ്ഥലം പോലും ഇല്ല, പിടിക്കാൻ പോലും ഒരു സ്ഥലം. ആൾക്കാരെ പിടിക്കാൻ പറ്റും, അവരെയും കൂടെ പുറത്തോട്ട് വരും. അവസാനം എങ്ങനെ കയറണമെന്നല്ല, ട്രെയിൻ വിട്ടുപോയി. അന്നേരം റിച്ചാർഡ് വിചാരിച്ചു ഇത് വല്ലാത്തൊരു പണിയായി. നമ്മളായിരുന്നെങ്കിൽ വിചാരിച്ചാൽ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, ആർക്കു വേണ്ടി, എന്തോ ടൈം പാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അകത്തുനിന്ന് ആരോ പറഞ്ഞ് ഇന്ത്യയിലേക്ക് പോകാം, അതോടുകൂടി ഇവിടെ എത്തി.
ആളാകെ വിഷമിച്ച് ഇനിയിപ്പോൾ അടുത്ത ട്രെയിൻ എന്താണ് എന്നൊക്കെ ചോദിച്ചു. അന്നേരം അവിടുത്തെ സ്റ്റേഷൻ്റെ ആൾ പറഞ്ഞു, ഇത് മധുര സ്റ്റേഷനാണ്, ഇനി അടുത്ത ട്രെയിൻ ഇനി കുറേ കഴിഞ്ഞിട്ടേ വരുമെന്ന് പറഞ്ഞു. അന്നേരം ഇവിടെ മധുരയോ, അത് എവിടെയോ കേട്ടിട്ടുള്ളേ. ഭഗവാന്റെ പണി, മധുര സ്റ്റേഷനോ, അതെങ്ങനെ, ഇതെവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അന്നേരം ആളോട് ഇവിടെ ഏതെങ്കിലും തീർത്ഥമല്ല, പിന്നെ ഇതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട, ഹിമാലയം ഒന്നുമല്ല, ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം. ബദ്രിനാഥും കേദാർനാഥും ഒന്നുമല്ല, ഇവിടെയാണ് ഒരു റിയൽ എന്താ പറയുക സ്പിരിച്വൽ സെൻറ്റർ എന്ന് പറയുന്നത്. ഇവിടെയാണ് കൃഷ്ണൻ ജനിച്ച സ്ഥലം. കേട്ട ഉടനെ രോമാഞ്ചം എന്നുള്ളതാണ്. അന്നേരം പിന്നെ ഓക്കെ, എന്തായാലും ഒന്ന് പോയി നോക്കാം, എന്തായാലും ട്രെയിൻ ഇല്ലല്ലോ. അങ്ങനെ ആളവിടെ ഭഗവാന്റെ കാരാഗ്രഹമൊക്കെ കാണുകയാണ്. അന്നേരം അധികം കൃഷ്ണനെക്കുറിച്ച് കേട്ടിട്ടില്ല, കൃഷ്ണൻ്റെ ലീലകളൊന്നും അറിയത്തില്ല. പ്രഭുപാജിയിൽ നിന്ന് മനസ്സിലായി ഇദ്ദേഹമാണ് ഉടയോൻ, സർവചരാചരങ്ങളുടെയും നാഥൻ ഇദ്ദേഹമാണെന്ന് കേട്ടു. അതായത് ഇസ്ലാമികർ പറയുന്ന അള്ളാഹു ഇദ്ദേഹമാണ്, എന്ത് പറയുന്ന യേശു ക്രിസ്തു പറയുന്ന ദൈവം, നമ്മുടെ എല്ലാം പിതാവെന്ന് പറയുന്ന ഇദ്ദേഹമാണ്. ഇതൊക്കെ കേട്ടു, അത് ക്ലിയറായി. ഇദ്ദേഹമാണ് നമ്മൾ അന്വേഷിക്കുന്ന വ്യക്തി എന്ന് മനസ്സിലായി. ഇദ്ദേഹമാണ് ഇന്ത്യയിൽ പോകാൻ പറഞ്ഞതെന്ന് മനസ്സിലായി. പക്ഷെ ആളുടെ അഡ്രസ്സോ ലൊക്കേഷനോ ഒന്നും അറിയത്തില്ല. ഹരേ കൃഷ്ണ. അങ്ങനെ അദ്ദേഹം മധുരയിലെത്തി. ഭഗവാന്റെ കാരാഗ്രഹം കണ്ടു. ഭഗവാന്റെ ദർശനം എടുത്തു. അവിടെ തന്നെ ഒരു വിദേശിയായിട്ടുള്ള ഒരാളെ കണ്ടു. ആള് ഹരേ കൃഷ്ണ ഭക്തനൊന്നുമല്ല. ആള് ഇവർ എവിടെയെങ്കിലും താമസം ശരിയായെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, എങ്ങും ആയിട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ എന്താ ചിരിക്കുന്നത് നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവും. അന്നേരം അമ്പലത്തിൽ ഇരുന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, ആള് പറഞ്ഞു, അമ്പലത്തിലെ ആൾക്കാരൊക്കെ പറഞ്ഞു ഇവിടെ അടുത്ത് വൃന്ദാവനം ഉണ്ട്, എന്തായാലും അവിടെ പോയേ പറ്റൂ, നല്ല ഇതാണെന്നൊക്കെ പറഞ്ഞു. അന്നേരം ഗാരി ഉണ്ട് കൂട്ടത്തിൽ. ഗാരി അവിടെ എത്തി മധുരയിലേക്ക്. അവസാനം അവിടെ ഏതോ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടു. എന്നിട്ട് ആൾ പറഞ്ഞു, നിങ്ങൾക്ക് താമസിക്കാൻ സ്ഥലമൊന്നും ഇല്ലല്ലോ. ഇല്ല, എങ്ങും ആയിട്ടില്ല, എൻ്റെ മുറിയിൽ താമസിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരാളാണ്. റിച്ചർഡ് രാത്രി കിടന്നുറങ്ങിയപ്പോൾ അടുത്ത് വന്ന് കെട്ടിപ്പിടി. റിച്ചർഡിന് അവസാനം പാവം റിച്ചർഡിന് ഇടിക്കേണ്ടി വന്നല്ലോ. ഇതേപോലെ ഒരു സംഭവം ഇവിടെ വെച്ചാണ്, എവിടെ ടർക്കിയിൽ വെച്ച് എന്താ സംഭവിച്ചത് വെച്ചാൽ, ഇങ്ങനെ ജീവനം കൊണ്ട് ഓടി ഓടി അവസാനം ഒരു എന്താ പറയുന്നത് എവിടെയോ നിൽക്കുമായിരുന്നു, അതൊരു നദീതീരത്തിരിക്കുകയായിരുന്നു. അന്നേരത്തേക്ക് റിച്ചർഡ് ചിന്തിക്കുകയായിരുന്നു, ആരും ഇല്ല നോക്കാൻ, ഭക്ഷണമില്ല, ഒന്നുമില്ല, ഇവിടെ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്, ആരെങ്കിലും ഒരു അഭയം നൽകിയിരുന്നെങ്കിൽ. ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അതീവ സുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടി വന്നു. പക്ഷെ ആൾ കുറച്ച് പ്രായമുണ്ട്. അന്നേരത്തേക്ക് ഉടനെ എന്താ മോനെ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അന്നേരം റിച്ചർഡും പറഞ്ഞു, അമ്മയെ ഇത് വേറെ ഓപ്ഷനൊന്നും ഇല്ല, ഇങ്ങനെ ഇരിക്കാമെന്ന്. മോൻ വരൂ, എൻ്റെ വീട്ടിൽ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയപ്പോൾ ഒരു 7 അടി പൊക്കമുള്ള ഭയങ്കര ശക്തനായിട്ടുള്ളൊരു മല്ലൻ അവിടെ ഉണ്ടായിരുന്നു. അന്നേരത്തേക്ക് ആളെ കണ്ടപ്പോഴേ റിച്ചർഡിൻ്റെ ശ്വാസം പോയി.
അന്നേരത്തേക്ക് പറഞ്ഞ് വിഷമിക്കണ്ട, ഇതെൻ്റെ ബോഡി ഗാർഡാണെന്ന് പറഞ്ഞു കേട്ടോ, എൻ്റെ സുരക്ഷിതത്തിന് വേണ്ടിയാണ്. എന്നിട്ട് ഭക്ഷണമൊക്കെ കൊടുത്തു. ഒരു അമ്മയെപ്പോലെ എല്ലാ വാത്സല്യവും നൽകി റിച്ചർഡ് സമാധാനം. ഒരു സ്ഥലമെങ്കിലും കിട്ടിയില്ല, ഭക്ഷണം കഴിക്കാൻ ഒരു സ്ഥലമൊക്കെ കിട്ടിയല്ലോ. എന്നിട്ട് മോൻ കിടന്നുറങ്ങിക്കോളാൻ പറഞ്ഞു. കുറച്ച് രാത്രിയായപ്പോൾ ഈ സ്ത്രീ വസ്ത്രമെല്ലാം അഴിച്ചിട്ട് റിച്ചർഡിൻ്റെ മുറി എന്നിട്ട് റിച്ചർഡിനെ കെട്ടിപ്പിടി. റിച്ചർഡ് ഓടിയപ്പോഴത്തെ പറഞ്ഞ്, നീ എൻ്റെ ആഗ്രഹത്തെ പൂർത്തിയായി, ഇവൻ നിന്നെ ഇടിക്കുമെന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കണം, റിച്ചർഡിന് ഭ്രാന്ത് പിടിച്ചെന്നുള്ളത്. എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇനി ഇതിനു മുമ്പേ ഗ്രീസിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് ഒരു പെൺകുട്ടിയെ കണ്ടു. എന്നിട്ട് ആ പെൺകുട്ടി റിച്ചർഡിനെ കണ്ടിട്ട് പറഞ്ഞു, എവിടെ നിന്നാണ്? എന്തായാലും ഞാനും എൻ്റെ ജീവിതത്തിൽ വളരെ ഒറ്റപ്പെട്ട ജീവിതമാണ് കേട്ടോ, ഞാനും ഇങ്ങനെ ആത്മീയ അന്വേഷണത്തിൽ യാത്ര ആരംഭിച്ചതാണ്. എന്നിട്ട് ആ പെൺകുട്ടി പറയുകയും ചെയ്തു, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി, നമുക്ക് രണ്ടുപേരും കൂടെ യാത്ര തുടർന്നാലോ. സത്യം പറഞ്ഞാൽ റിച്ചർഡ് അതിൽ വീണുപോയെന്നാണ് റിച്ചർഡ് പറയുന്നത്. ഒരുപാട് ആഗ്രഹം തോന്നി, കാരണം എല്ലാം കൊണ്ടും മനസ്സിനൊത്തൊരു പെൺകുട്ടി, എൻ്റെ മനസ്സും ആ കുട്ടിയുടെ മനസ്സും ഏകദേശം ഒരേപോലെയാണെന്ന് വിചാരിച്ചു. റിച്ചാർഡ് വിചാരിച്ചു ഒരുമിച്ച് തന്നെ യാത്ര ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. എന്നിട്ട് റിച്ചാർഡ് പറഞ്ഞു, എന്നെങ്കിൽ നമുക്ക് നാളെ. എന്നിട്ട് റിച്ചാർഡ് ഒന്നും മിണ്ടിയില്ല. രാത്രി അവിടെ ചെന്നപ്പോൾ ആലോചിച്ചപ്പോൾ റിച്ചാർഡ്, ഞാൻ എന്താണ് ചെയ്യുന്നത്? പൊതുവെ ആധ്യാത്മികമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കണം, അല്ലെങ്കിൽ യാത്ര മുടങ്ങും. അതുകൊണ്ട് ഉള്ളിൽ ഭയങ്കര വിഷമമായിരുന്നു. ആ പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും കിട്ടണം, ആ പെൺകുട്ടിയായിട്ട് തന്നെ ഒന്നിച്ച് നിൽക്കണമെന്നൊക്കെ ഒരു ഉള്ളിലൊരു ആഗ്രഹം വന്നിരുന്നു. ഒരു ലൈംഗിക ത്വര കൊണ്ടല്ല, പക്ഷെ ഒരു നല്ലൊരു സുഹൃത്ത് എന്നുള്ള രീതിയിലൊക്കെ. ഭഗവാൻ തരുന്ന പണി നോക്കണേ. അവസാനം എന്ത് പറ്റി? ഉള്ളിന്ന് പറഞ്ഞാൽ ഇത് ശരിയല്ല മോനെ, ഈ എന്തായാലും മുങ്ങാന്ന് പറഞ്ഞു. അങ്ങനെ രാത്രിക്ക് രാത്രി അവിടെ നിന്ന് മുങ്ങും. നല്ല വിഷമം ഉണ്ടായിരുന്നു എന്താവുമെന്നൊക്കെ. അതിനുശേഷമാണ് ഈ ടർക്കിയിലെ ഈ സംഭവം. ആളവിടെ നിന്ന് ഓടി കുറേ ഓടിയതിന് ശേഷമാണ് പറഞ്ഞ് ഈ നദീതീരത്ത് ഇരിക്കുന്നത് തന്നെയായിരുന്നു ആശ്വാസം. വീട്ടിൽ നല്ല കാറ്റും ഭക്ഷണമൊക്കെ കിട്ടും, വലിയ പണി കിട്ടുമെന്ന് റിച്ചാർഡ് മനസ്സിലായി. അങ്ങനെ കുറേ സ്ഥലങ്ങളിലും യാത്രകളും ഒന്നും പറയണ്ട, ഇനി അനുഭവിക്കാനായിട്ട് ഇനി വേറെ ഒന്നുമില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് അവസാനം മധുരയിലെത്തുന്നത്. അവിടെയും ഇങ്ങനെ ഒരു പണിയിട്ട് അവസാനം അവിടുന്ന് ഓടി. പിന്നെ ആൾക്കാരോട് എന്നിട്ട് ഗ്യാരി എടുത്ത് പറഞ്ഞു, ഗ്യാരിയും റിച്ചാർഡും കൂടെ. പിന്നെ റിച്ചാർഡ് പറഞ്ഞു, നാളെ ഞാൻ ഇന്ന് ഞാൻ വൃന്ദാവനത്തിൽ പോയിട്ട് നാളെ വരാം, എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടെ ഹിമാലയത്തിൽ പോകാമെന്ന് പറയും. ഗ്യാരി പറഞ്ഞു, നീ വരുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ റിച്ചാർഡ് ഒറ്റയ്ക്കാണ് വൃന്ദാവനത്തിലേക്ക് പോകുന്നത്. അങ്ങനെ നടന്ന് വൃന്ദാവന മണ്ണിലേക്ക് ആദ്യമായിട്ട് കാല് കുത്തുന്ന സമയത്ത് അടിയിൽ നിന്നൊരു കറണ്ട് അങ്ങോട്ട് കയറി എന്നുള്ളതാണ്. ഇത് തോന്നുകയാണ്, ഇതാണ് എൻ്റെ വീട്. ജേർണി ഹോം എന്ന് പറയുന്നില്ലേ, അതാണ് പറയുന്നത്. ആ ഹോം എന്ന് പറയുന്നത് വൃന്ദാവനമാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ചിക്കാഗോയിലുള്ള വീട് അദ്ദേഹത്തിന് വീടായിട്ട് തോന്നിയിട്ടില്ല. കുട്ടിക്കാലം മുതലേ അദ്ദേഹം അവിടെയാണ് ജീവിച്ചത്. എന്തെങ്കിലും അദ്ദേഹത്തിന് അത് വീടായിട്ട് തോന്നിയിട്ടേ ഇല്ല. അവിടെ ഒരു ഗസ്റ്റായിട്ടേ തോന്നിയിട്ടുള്ളൂ. എന്നിട്ട് പല പല സ്ഥലങ്ങളിൽ അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഇത്രയും ഒരു അടുപ്പം, ഒരു കണക്ഷൻ ഒരു സ്ഥലമായിട്ടും തോന്നിയിട്ടില്ല. ഹിമാലയത്തിലൊന്നും ഒരു സ്ഥലത്തും അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല. വൃന്ദാവനത്തിലേക്കൊന്ന് കാല് കൊത്തിയ ഉടൻ തന്നെ അദ്ദേഹത്തിന് തോന്നി, ഞാൻ ഇവിടെ ഇരിക്കേണ്ട ആളാണ്. ഈ ഒരു സ്ഥലമായിരുന്നു ഞാൻ ഇത്രയും കാലം അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ഈ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. അന്നേരം അദ്ദേഹത്തിൻ്റെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ വേറൊരു സംഭവം, അദ്ദേഹം അത്രയും കാലം ഓംകാരമായിരുന്നു ഉച്ചരിച്ചുകൊണ്ടിരുന്നത്.
അങ്ങനെ ഹിമാലയത്തിൽ ഗംഗ ഒഴുകുന്ന ഒരു സ്ഥലത്ത് ഹരിദ്വാറിൻ്റെ അടുത്തായിട്ട്, പ്രയാഗിൻ്റെ അടുത്തായിട്ട് ഒരു പാറയുണ്ട്. ഗംഗയുടെ നടുക്കായിട്ടൊരു പാറയുണ്ട്. അവിടെ അദ്ദേഹം പോയി ധ്യാനത്തിലിരിക്കുമായിരുന്നു, രാവിലെ മുതൽ വൈകിട്ട് വരെ. അങ്ങനെ രാവിലെ മുതൽ വൈകിട്ട് വരെ ധ്യാനിക്കുന്ന സമയത്ത് ഒരു സമയത്ത് ഗംഗയുടെ ഒഴുക്കിൽ നിന്നും അദ്ദേഹം ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ, ഈ മന്ത്രം കേൾക്കുക. നമ്മൾ ജപിക്കുന്ന മന്ത്രം. പ്രഭുപാദ്ജി കാണുന്നതിന് മുമ്പേ റിച്ചർഡിൻ്റെ കയ്യിൽ കൃഷ്ണൻ്റെ ചിത്രം കിട്ടി, ഹരേ കൃഷ്ണ മന്ത്രവും കിട്ടി. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല പ്രഭുപാദ്ജിയെ കിട്ടുന്നതിന് മുമ്പേ എന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ, പ്രഭുപാദ്ജി നോട്ടീസിൻ്റെ രൂപത്തിൽ ആദ്യമേ വന്നു കഴിഞ്ഞു. അന്നേരം പ്രഭുപാദ്ജിയുടെ ചിത്രം ഒരിക്കൽ കണ്ടതേ ഉള്ളൂ. കണ്ട ഉടനെ എന്താ പറഞ്ഞത്, ഈ ലോകത്തിൽ ആത്മീയ ആനന്ദം ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയാണെന്ന് പറഞ്ഞ വ്യക്തിയാണ് റിച്ചർഡ്. അന്ന് തുടങ്ങി അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക യാത്ര. അതുകൊണ്ടാണ് ഞാൻ ഭക്തരോട് എല്ലാവരും പറയുന്നത്, പുസ്തക വിതരണം ചെയ്യണം. പ്രഭുപാദ്ജിയുടെ മുഖം ഒന്ന് കണ്ടാൽ മതി, അവർ ഭക്തരാകും. ആ ബുക്കിൽ പ്രഭുപാദ്ജിയുടെ മുഖമുണ്ട്. പ്രഭുപാദ്ജിയുടെ ദർശനം കിട്ടിയാൽ മതി, അവരെല്ലാവരും ഭക്തരാകും. ആദ്യം കാണുമ്പോൾ അവർക്കൊന്നും തോന്നത്തില്ല, പക്ഷെ ഭക്തിയുടെ ബീജം ഉള്ളിൽ നിറയ്ക്കും പ്രഭുപാദ്ജി. ചിത്രരൂപത്തിലാണെങ്കിൽ അത്രയ്ക്ക് മഹായോഗിയാണ് പ്രഭുപാദ്ജി. അടുത്തതെന്താ, പ്രഭുപാദ്ജിയുടെ ഒരു വരി, ഒരു വാക്ക് വായിച്ചാൽ മതി, ആ ബുക്കിൻ്റെ പേരെങ്കിലും വായിച്ചാൽ മതി, അതെല്ലാം അവരുടെ ഹൃദയത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുള്ളൂ. അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് റിച്ചർഡിൻ്റെ ഈ യാത്ര. അതിനുശേഷം എന്ത് സംഭവിച്ചു, പ്രഭുപാദ്ജി റിച്ചർഡ് ആ പാറയുടെ മുകളിലിരുന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗംഗാദേവി സ്വയമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം റിച്ചർഡിന് കൊടുക്കുന്നത്. അന്നു മുതൽ റിച്ചർഡ് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചു തുടങ്ങിയാണ്. ഹരേ കൃഷ്ണ മഹാമന്ത്ര കി ജയ, പ്രഭുപാദ്ജി കി ജയ. ഒന്ന് ആലോചിച്ചു. അങ്ങനെ അദ്ദേഹം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുകയും അപ്പോഴും അറിഞ്ഞൂടാ കൃഷ്ണൻ ആരാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു കെട്ടുകഥ പോലെ ഭയങ്കര അത്ഭുതകരമായിട്ടുള്ളൊരു കഥയായിട്ട് തോന്നും. പക്ഷെ യാഥാർത്ഥ്യമാണ്, 100% യാഥാർത്ഥ്യമാണ്. അല്ലാതെ ഒരു കെട്ടുകഥ എഴുതിയിട്ട് എന്ത് പ്രയോജനം. ഇത് അങ്ങനെ എങ്ങനെയൊക്കെയോ പല ഭക്തരുമായിട്ട് സംസാരത്തിൻ്റെ ഇടയിൽ ഷെയർ ചെയ്തപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇതൊരു ബുക്കാക്കണം എല്ലാവരും പറഞ്ഞു. മഹാരാജ് പറഞ്ഞു, ഇല്ല ഞാനൊരിക്കലും ബുക്ക് എഴുതി, എന്നെക്കുറിച്ച് എഴുതാനായിട്ട് ഞാൻ ഒരു ബുക്ക് എഴുതത്തില്ലെന്ന് പറഞ്ഞു. അവസാനം ഒരു ഭക്തൻ, ഭക്തി തീർത്ഥ സ്വാമി മഹാരാജ്, അറിയാമല്ലോ, ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ പ്രചോദനം എനിക്ക് ലഭിച്ച മഹാരാജാണ് ഭക്തി തീർത്ഥ സ്വാമി മഹാരാജ്. അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് പോകുന്ന സമയത്ത് രാധാനാഥ് മഹാരാജിനെ കൊണ്ട് നിർബന്ധിപ്പിച്ചു, എൻ്റെ ഒരു അവസാനത്തെ ആഗ്രഹമാണ്, നീ അത് പൂർത്തീകരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ നിൻ്റെ ആത്മകഥ എഴുതണമെന്ന് പറഞ്ഞു. അങ്ങനെ നിർബന്ധിപ്പിച്ചപ്പോഴാണ് റിച്ചർഡ് ഈ ബുക്ക് എഴുതുന്നത്. അല്ലാതെ സ്വന്തം പേരും പ്രശസ്തിക്കും വേണ്ടിയാണെങ്കിൽ അദ്ദേഹം ഒരിക്കലും അത് എഴുതത്തില്ലായിരുന്നു. സത്യമായിട്ടാണ് അദ്ദേഹം എല്ലാത്തിലും എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഗംഗാദേവി സ്വയമാണ് റിച്ചർഡിന് ഹരേ കൃഷ്ണ മഹാമന്ത്രം കൊടുക്കുന്നത്. അപ്പോഴും അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ കൃഷ്ണൻ ആരാണെന്ന്. അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ ആ ചിത്രം ആരാണോ ഒന്നും അറിഞ്ഞുകൂടാ. പിന്നെ പ്രഭുപാദ്ജി കാണുകയാണ്. അപ്പോഴും വൃന്ദാവനത്തെക്കുറിച്ച് കേട്ടുള്ളൂ, എവിടെയാണ് ഒന്നും അറിഞ്ഞുകൂടാ. ഭഗവാന്റെ നിയോഗത്താൽ അദ്ദേഹം മഥുരയിൽ ഇറങ്ങുകയാണ്, വൃന്ദാവനത്തിലേക്ക് ആദ്യമായിട്ട് കയറുകയാണ്. വൃന്ദാവനത്തിൽ കയറിയ ഉടനെ അദ്ദേഹത്തിന് മനസ്സിലായി, ഇവിടെയാണ് ഞാൻ ഇരിക്കേണ്ട സ്ഥലമെന്ന്. എന്നാലോചിച്ചു. പക്ഷെ അദ്ദേഹത്തിന് തിരിച്ചു പോകണം. എന്തുകൊണ്ട്? ഹിമാലയത്തിൽ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ മുഴുവൻ ഓരോ അമ്പലത്തിൻ്റെ മണിനാഥ ശബ്ദവും കീർത്തനത്തിൻ്റെയും ശബ്ദം എല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. യമുന നദി അദ്ദേഹം കണ്ടു. ഈ ഒരു സ്ഥലത്തിൽ നിന്നാണ്, ഇത് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ സ്ഥലം എന്ന് അദ്ദേഹത്തിന് ഇങ്ങനെ ചിന്തകൾ വരിക. പിന്നെ അദ്ദേഹം അവിടെ എത്തി തിരിച്ചു പോകാനായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ബോധം കെട്ട് വീഴുകയാണ്.
കണ്ണു തുറന്നപ്പം ആശുപത്രിയിലാണ്. അദ്ദേഹത്തിന് എന്തോ ഒരു അസുഖം വന്നു. ഞാൻ ഓർക്കുന്നില്ല എന്താണ്. അങ്ങനെ ഡോക്ടർ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരിച്ച് അദ്ദേഹത്തിന് ഹിമാലയത്തിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ പല പല അമ്പലങ്ങൾ സന്ദർശിക്കുകയും അതിൻ്റെ ഇടയിൽ വിദേശി ഭക്തരെ കാണുകയും ചെയ്യുകയാണ്. വീണ്ടും ഹരേ കൃഷ്ണ ഭക്തരെ അവരുടെ കൂടി പ്രസംഗം കഴിക്കുക. അന്നേരം മനസ്സിലായി പ്രഭുപാദ്ജി വൃന്ദാവനത്തിൽ വരുന്നുണ്ടെന്ന്. അങ്ങനെ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. അങ്ങനെ പ്രഭുപാദ്ജിയെ വീട്ടിൽ കാണുകയാണ്. വീണ്ടും വൃന്ദാവനത്തിലെ പല സ്ഥലങ്ങളിലും അദ്ദേഹം യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. പല പല ബാബാജിമാരെയും കണ്ടു. അതിൻ്റെ ഇടയിൽ ഒരു പോലീസ് എപ്പോഴും ഇദ്ദേഹത്തെ ഓട്ടിക്കും. കാരണം വിസയൊന്നും ഇല്ല, വിസ തീർന്നു കഴിഞ്ഞു. ഭയങ്കര ഫ്രോഡായിട്ടുള്ള ഒരു പോലീസുകാരൻ എപ്പോഴും ഇദ്ദേഹത്തിൻ്റെ പുറകിലായിരുന്നു. ഇദ്ദേഹത്തിന് ഒളിച്ച് താമസിക്കേണ്ടി വന്നു. ഇദ്ദേഹം താമസിക്കുന്ന സ്ഥലങ്ങളിലെ വൃന്ദാവനവാസികളോടൊക്കെ ചോദിക്കും, അവ എവിടെയാണ്, വിദേശി എവിടെയാണെന്ന് ചോദിക്കും. പക്ഷെ ഇവർ പറഞ്ഞു കൊടുക്കത്തില്ല. കാരണം ഇവർക്കറിയാം ഇദ്ദേഹം സാധുവാണെന്നറിയാം. അങ്ങനെ വൃന്ദാവനവാസികൾ ഒരുപാട് സംരക്ഷിച്ചിട്ടുണ്ട് മഹാരാജിനെ. അവർ പറയും ഇത് വിദേശിയല്ല, ഇത് ബ്രജവാസി തന്നെയാണ്. അങ്ങനെ ബർസാനയിലും ഗോവർദ്ധനത്തിലും രാധാകുണ്ടിലും ഒക്കെ ഒരുപാട് അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് നാളുകൾ ചെലവഴിച്ച സ്ഥലമാണിത്. അങ്ങനെ പ്രഭുപാദ്ജിയെ വീണ്ടും കണ്ടു. അദ്ദേഹം ഹൃദയത്തിൽ ഉറപ്പിച്ചു, ഇനി യാത്രയില്ല, ഇത് തന്നെയാണ്. വൃന്ദാവനത്തിൽ വെച്ച് അദ്ദേഹം തീരുമാനം ഫിക്സ് ചെയ്തു. ഇതാണ് എൻ്റെ ഗുരു, ജീവിതാന്ത്യം വരെയും അതിനുശേഷവും ഞാൻ ഈ ഗുരുവിന് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിക്കുക. അന്നെടുത്ത തീരുമാനം. അദ്ദേഹം പിന്നെ ദീക്ഷ എടുക്കുകയാണ്. പിന്നെ അദ്ദേഹം കാരണം ഇത്രയും ദിവസമായിട്ട് വീട്ടിലൊന്നും പോയിട്ടില്ല. അങ്ങനെ അദ്ദേഹം ചിക്കാഗോയിലേക്ക് തിരിച്ചു പോകാൻ. വൃന്ദാവനം വളരെ പ്രിയപ്പെട്ടതായതുകൊണ്ട് പ്രഭുപാദ്ജിയിൽ നിന്നും ഭക്തരിൽ നിന്നും മനസ്സിലായി അമേരിക്കയിൽ വൃന്ദാവനം പ്രഭുപാദ്ജി ഒരു അഭിനവ വൃന്ദാവനം എന്ന് പറഞ്ഞ ഒരു സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തു. ന്യൂ വൃന്ദാവൻ എന്ന് പറഞ്ഞ് വെസ്റ്റ് വിർജീനിയയിൽ. അങ്ങനെ രാധാനാഥ് സ്വാമി, അങ്ങനെ ദീക്ഷാ പേരാണ് രാധാനാഥ് ദാസ്. ആദ്യം രാധാനാഥ് ദാസ് എന്നായിരുന്നു. പിന്നെ സന്യാസം എടുത്തതിന് ശേഷമാണ് രാധാനാഥ് സ്വാമി എന്നാകുന്നത്. അങ്ങനെ അദ്ദേഹം ഭയങ്കര രാധാരാണിയുടെ ഭക്തരാണ്. ഹരേ കൃഷ്ണ മന്ത്രം ജപിച്ചുകൊണ്ട് എപ്പോഴും രാധാരാണിയത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോയപ്പോഴാണെങ്കിൽ റിച്ചോണിന് ഒന്നും ഇഷ്ടമല്ല. ഇപ്പം ആകെ മാറിയിരിക്കുന്നു. വീട്ടിൽ നിന്ന് റൂമിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല, ആരുമായിട്ടൊരു സംസാരമില്ല, എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കും. അച്ഛനും അമ്മയൊക്കെ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊക്കെ മായയിലാണ് എന്നൊക്കെ പറഞ്ഞു. അവസാനം എങ്ങനെയൊക്കെയോ പിന്നെ അവിടുന്ന് പിന്നെ റിച്ചർഡ് തീരുമാനിച്ചു, വീട്ടിൽ ഇരുന്നിട്ട് ഇനി കാര്യമില്ല. അങ്ങനെ ഫുള്ളായിട്ട് ആശ്രമത്തിൽ ജോയിൻ ചെയ്യുകയാണ്. അങ്ങനെ ആശ്രമത്തിൽ ജോയിൻ ചെയ്തു. അവിടെയും കുറേ പ്രശ്നങ്ങൾ നേരിടേണ്ടി, കുറേ പ്രശ്നങ്ങൾ, ഒരു കണക്കില്ല. പിന്നെ സന്യാസം എടുക്കുന്നു. പിന്നെ ആൾ ബോംബെയിൽ വരുന്നു. അങ്ങനെ അവിടെ ഒരു സെൻറ്റർ തുടങ്ങുന്നു. അങ്ങനെയാണ് മഹാരാജൻ്റെ ജീവിതം. ഹരേ കൃഷ്ണ. ഇത് വളരെ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞതാണ്. എല്ലാവരും ആ ബുക്ക് വായിക്കണം. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. നമുക്ക് ഒരുപാട് പാഠങ്ങൾ ആ ബുക്കിൽ നിന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഞാൻ പൂനെയിലായിരുന്ന സമയത്താണ് ഭഗവത്ഗീത പഠിച്ചതിന് ശേഷം അവിടുത്തെ പിന്നെ സ്പിരിച്വലി ഗൈഡ് ചെയ്തുകൊണ്ടിരുന്നൊരു പ്രഭുജി പറഞ്ഞു, ഈ ബുക്ക് എന്തായാലും വായിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ബുക്ക് വായിച്ചു. അങ്ങനെ മഹാരാജിനെ കാണാനുള്ള താല്പര്യം ഒരുപാട് വർദ്ധിച്ചു. അങ്ങനെ ഞാൻ ബോംബെയിലേക്ക് പോവുകയാണ്. മഹാരാജിൽ നിന്ന് നേരിട്ട് കേട്ട സമയത്ത് അവിടെ തന്നെ ആശ്രമത്തിൽ തന്നെ നിൽക്കണമെന്ന് തോന്നുകയാണ്. അങ്ങനെയാണ് ഞാൻ 2 വർഷം ബോംബെ ആശ്രമത്തിൽ നിൽക്കുന്നത്. അവിടെ വെച്ച് തുടർച്ചയായിട്ട് 2 വർഷം മഹാരാജിൽ നിന്നും ഒരുപാട് ക്ലാസ്സുകൾ കേൾക്കാനുള്ള മഹാസൗഭാഗ്യം, അവിടെയുള്ള വൈഷ്ണവരുടെ സേവനം ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു.
ആ സമയത്തൊക്കെ മഹാരാജ് 6 മാസം ബോംബെയിലും 6 മാസം വിദേശ രാജ്യങ്ങളിലുമായിരുന്നു. അന്നേരം മഹാരാജ് ഉള്ള സമയത്തൊക്കെ പിന്നെ മഹാരാജിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് വൃന്ദാവനത്തിൽ വരുന്നത്. ആ യാത്രയിലാണ് ഞാൻ എൻ്റെ ഗുരുവിനെ ആദ്യമായിട്ട് കാണുന്നത്, ജയപ്രതാപ സ്വാമി ഗുരു മഹാരാജിനെ ആദ്യമായിട്ട് ഞാൻ നേരിട്ട് കാണുന്നത് വൃന്ദാവനത്തിൽ വെച്ചാണ്. രാംനാഥ് മഹാരാജിൽ നിന്നാണ് ഞാൻ എൻ്റെ ഗുരുവിനെക്കുറിച്ചും അറിഞ്ഞത്. അന്നേരം ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു പരംപൂജ്യ രാംനാഥ് സ്വാമി മഹാരാജിനോട്. അദ്ദേഹത്തിൻ്റെ കാരുണ്യത്താലാണ് അടിയന് ഈ ഒരു അവസരം ലഭിച്ചതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അദ്ദേഹത്തിലൂടെയാണ് ഞാൻ എൻ്റെ ഗുരുവിനെ കണ്ടതും അടിയൻ്റെ ഗുരുവിലൂടെയാണ് പ്രഭുപാദജി ആരാണെന്ന് കുറച്ചെങ്കിലും അറിയാൻ പറ്റുന്നത്. ആ പ്രഭുപാദജിയുടെ പ്രസ്ഥാനത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത് അത് ഈ മഹാവൈഷ്ണവരുടെ കാരുണ്യം കൊണ്ടാണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ജേർണി ഹോം എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ പല ടൈമിങ്സ് ആയതുകൊണ്ട് ചിലപ്പോൾ മുടങ്ങാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ഭാഗവതം എന്തായാലും മിസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഈ സത്സംഗത്തിൽ ജേർണി ഹോം തന്നെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞതിനപ്പുറത്തായിട്ട് ഒരുപാട് കാര്യങ്ങൾ ബുക്കിലുണ്ട്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും പഠിക്കണം. പിന്നെ മഹാരാജിൻ്റെ ടോക്സ് ഇംഗ്ലീഷിൽ യൂട്യൂബിലുണ്ട്. രാധാനാഥ് സ്വാമിന്ന് അടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ടോക്സ് വരും. വളരെ മനോഹരമായിട്ട് അദ്ദേഹം സംസാരിക്കും. പ്രഭുപാദജിയുടെ എല്ലാ ശിഷ്യരും വളരെ പ്രഗത്ഭരാണ്, വളരെ സിൻസിയറാണ്, മഹാവൈഷ്ണവരാണ്. നമ്മുടെ എല്ലാം മഹാസൗഭാഗ്യമാണ് ഇങ്ങനെയുള്ള വൈഷ്ണവരെക്കുറിച്ച് കാണാനും കേൾക്കാനും പറ്റുന്നത്. പ്രഭുപാദജിയെ നമുക്ക് കാണാൻ പറ്റിയില്ല, പക്ഷേ പ്രഭുപാദജിയുടെ ശിഷ്യരിലൂടെ നമുക്ക് പ്രഭുപാദജി ആരായിരുന്നു എന്ന് നമുക്കൊന്ന് ഒരു ചെറിയൊരു അംശമെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. പരംപൂജ്യ ഗോപാലകൃഷ്ണ ഗോസ്വാമി മഹാരാജ്, ഇങ്ങനെയുള്ള മഹാചാര്യന്മാർ, ഇന്ദ്രദ്യുമ്ന സ്വാമി മഹാരാജ്, ഇവരൊക്കെ നമ്മുടെ ചിന്തകൾക്കും അപ്പുറത്താണ്. ഭക്തി വികാസ് സ്വാമി മഹാരാജ്, എല്ലാവരും അവരവരുടെ കഴിവിൻ്റെ പരമാവധി പ്രഭുപാദജിക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. ആ ഒരു പരമ്പരയിലാണ് നമ്മൾ വരുന്നത്. നമ്മൾ നമ്മുടെ കഴിവിൻ്റെ അന്നേരം ഇവരുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ടത് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം നമ്മുടെ കയ്യിൽ ലഭിക്കാനും ഈ ഒരു പരമ്പരയുടെ ഭാഗമാകാനും ഓരോ ഭക്തരും എന്തുമാത്രം കഷ്ടപ്പെട്ടിരിക്കുന്നു. റിച്ചർഡ് 19ാമത്തെ വയസ്സിൽ ഇത്രയും വലിയ യാത്ര വേണ്ടി വരുന്നു. അതേ അമേരിക്കയിൽ തന്നെയാണ് ഹരേ കൃഷ്ണ പ്രസ്ഥാനം തുടങ്ങിയത്. കുറഞ്ഞതൊരു 4 സെൻറ്റേഴ്സെങ്കിലും ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ അവിടെയുണ്ട്. പക്ഷേ എന്നിട്ടും റിച്ചർഡിന് ആ പ്രസ്ഥാനത്തിൽ പങ്കെടുക്കാൻ, ഗുരുവിനെ കാണാൻ ഇത്രയും യാത്ര വേണ്ടി വന്നു നോക്കണം. എന്നാൽ ഇതൊന്നും അവരുടെ കർമ്മ പ്രാരാബ്ദങ്ങളല്ല, നമുക്കൊരു പാഠമാണ്. ഗുരു പരമ്പര, ഗുരുവിനെ ലഭിക്കുന്നത്, ഗുരു പരമ്പരയുടെ ഒരു ഭാഗമാകുന്നത് അത് എളുപ്പമല്ല, മഹാസൗഭാഗ്യമാണെന്ന് മനസ്സിലാക്കൂ. എത്ര അന്വേഷിച്ചതിന് ശേഷമാണ് ആത്മീയ പാതയിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗുരുവിനെ കിട്ടുന്നത് നമ്മൾ മനസ്സിലാക്കുക. അത്രയ്ക്ക് ദുർലഭമാണ്. വലിയ വലിയ യോഗികളെ നമുക്ക് കാണാൻ പറ്റും, പക്ഷെ ആ യോഗികൾക്കൊക്കെ അപ്പുറത്താണ് ഈ ബ്രഹ്മമാധവ ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായത്തിൽ വരുന്ന ഒരു ഗുരു എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാവരുടെയും പരമ സൗഭാഗ്യമാണ് പ്രഭുപാദജിയായിട്ടും ഗുരു മഹാരാജുമായിട്ട് നമുക്കൊരു കണക്ഷൻ കിട്ടിയത്. അതിനെ നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. ഈ ഒരു പരമ്പരയിലൂടെ നമുക്ക് നേരെ ഗോലോകത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു അവസരമാണ് ലഭിക്കുന്നത്. ഓരോരോ ഭക്തരും ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് എത്താൻ വേണ്ടി, പ്രത്യേകിച്ച് വിദേശികളായിട്ടുള്ള ഭക്തർ എന്തുമാത്രം കഷ്ടപ്പെടുന്നു നമ്മൾ നോക്കും. നമുക്കെല്ലാം വളരെ എളുപ്പത്തിൽ ലഭിച്ചിരിക്കുകയാണ്. പക്ഷെ എളുപ്പത്തിൽ ലഭിക്കുമ്പോൾ നമ്മൾ അതിന് വില കൊടുക്കാതിരിക്കരുത്, നിസ്സാരമായിട്ട് കാണരുത്. വളരെ സീരിയസ് ആയിട്ടിരിക്കുക, നാമം ജപിക്കുക, ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുക, മുന്നോട്ട് പോവുക. ഹരേ കൃഷ്ണ. അതാണ് നമ്മൾ ഇന്നത്തെ ഈ സത്സംഗത്തിൽ നിന്ന് പഠിക്കേണ്ടത്. ഇന്ന് ശ്രീമദ് ഭാഗവതം എടുക്കണമെന്നുണ്ടായിരുന്നു, ക്ഷമിക്കണം. നമുക്ക് വിശദമായിട്ട് ഇത് തന്നെ ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാം. ഓക്കെ. നാളെ ശ്രീമദ് ഭാഗവതം, വൈകുന്നേരത്ത് നമുക്ക് മെല്ലെ ഗർഗഭാഗവതം ആഡ് ചെയ്യാൻ ശ്രമിക്കാം.
കേട്ടോ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.